പൊതുവെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അലർജൻസ് ഗ്രൂപ്പിലുള്ളതിനെയൊക്കെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ട് ബാക്കിയുള്ള ഭക്ഷണമൊക്കെ പശുവിൻ പാല്. അപ്പൊ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരും, പണ്ടുകാലത്ത് എല്ലാവരും പശുവിൻ പാലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആദീസ് ന്യൂട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത 5 ഭക്ഷണങ്ങൾ. എന്തുകൊണ്ട് ഈ 5 ഭക്ഷണങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. എല്ലാ അമ്മമാർക്കും എത്ര തന്നെ ക്ലിയർ ചെയ്ത് പറഞ്ഞാലും 6 മാസത്തിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. ഇന്ന ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ, ഇന്ന ഭക്ഷണം കൊടുത്താൽ ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാകുമോ, അരച്ചു കൊടുത്താൽ കുഴപ്പമുണ്ടോ, അതേ ഭക്ഷണം പുഴുങ്ങി കൊടുത്താൽ മതിയോ, പച്ചയ്ക്ക് കൊടുത്താൽ പ്രശ്നമുള്ളത് ഏതാണ്, അങ്ങനെ എല്ലാത്തിലും നമ്മൾക്ക് സംശയമായിരിക്കും. അതിന്റെ പ്രധാന കാരണം നമ്മുടെ കുഞ്ഞിന് ഒരു തരത്തിലുള്ള ആപത്തും സംഭവിക്കരുത് എന്നുള്ള ഒരു നല്ല ചിന്ത കൊണ്ടുണ്ടാകുന്ന സംശയങ്ങളാണ്. ഈ പറഞ്ഞ 5 ഭക്ഷണം എല്ലാ അമ്മമാരും നോട്ട് ചെയ്ത് വെക്കുക. ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കൊടുക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ഭക്ഷണത്തിൽ ആദ്യം വരുന്നത് നമ്മുടെ തേനും വയമ്പും. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം തന്നെ നാവിൽ വെച്ച് കൊടുക്കുന്നത് തേനാണ് അല്ലെ. തേൻ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിൽ താഴെ കൊടുക്കാനേ പാടില്ലാത്ത ഭക്ഷണമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ചോദ്യമാണ്, പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ തേനും വയമ്പും കൊടുക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രശ്നമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ തേനും വയമ്പും ഒന്നും കൊടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പിന്നെ വളരെ ചെറുത് നമ്മുടെ ഒരു ആചാരപ്രകാരം നമ്മൾ ജസ്റ്റ് നാവിൽ തൊട്ട് വെക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ തേന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇൻഫന്റ് ബോട്ടുലിസം. സീരിയസ് ആയിട്ടൊരു അവസ്ഥയാണ് ഈ ഇൻഫന്റ് ബോട്ടുലിസം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളിലാണ്. പ്രധാനമായിട്ടും 6 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളിലാണ് ഈ പറഞ്ഞ ഇൻഫന്റ് ബോട്ടുലിസം ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങൾക്ക് തേനിൽ നിന്നും ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തേനെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ്. അതില് ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം എന്ന് പേരുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഈ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം ബാക്ടീരിയാസിന്റെ സ്പോറുകൾ ധാരാളം തേനിൽ അടങ്ങിയിട്ടുണ്ട്. കുഞ്ഞുമക്കൾ പ്രത്യേകിച്ച് 1 വയസ്സിൽ താഴെ എന്ന് പറയുമ്പോൾ അവരുടെ ഗട്ട്, അതായത് ഇൻഡസ്റ്റൈൻ ഒന്നും തന്നെ പൂർണ്ണമായിട്ട് വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. അവർക്ക് എല്ലാ ഭക്ഷണവും ഒന്നും ദഹിപ്പിക്കാനുള്ള കഴിവ് അവരുടെ സ്റ്റൊമക്കിന്, അവരുടെ ഗട്ടിനില്ല. സോ അതുകൊണ്ട് ഈ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം കുഞ്ഞുങ്ങളിൽ എത്തുന്ന സമയത്ത് ആ ബാക്ടീരിയാസ് കുഞ്ഞുങ്ങളെ പെട്ടെന്ന് അഫക്ട് ചെയ്യും. ഇതേ തേൻ തന്നെ നമ്മൾ മുതിർന്നവരോ അല്ലെങ്കിൽ പ്രായമുള്ള കുട്ടികളോ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകണമെന്നില്ല. അതിന്റെ പ്രധാന കാരണം കുഞ്ഞുങ്ങളുടെ ഗട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞ തേൻ കൊടുക്കാനേ പാടുള്ളതല്ല. കാരണം ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തുടങ്ങുന്നത് കോൺസ്റ്റിപ്പേഷനിലായിരിക്കും. ചില വീടുകളിലൊക്കെ തേൻ ഒഴിച്ചിട്ട് ഇപ്പൊ ഇഡ്ലി ദോശയൊക്കെ മധുരത്തിന് വേണ്ടിയിട്ട് തേൻ ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണെങ്കിലും തേനിൽ മുക്കി കൊടുക്കുക. തേൻ അവന് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഇൻഫന്റ് ബോട്ടുലിസം ഉണ്ടാവാം. ഇൻഫന്റ് ബോട്ടുലിസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഇൻഫന്റ് ബോട്ടുലിസത്തിന്റെ സിംറ്റംസ്? ഇൻഫന്റ് ബോട്ടുലിസത്തിന്റെ ആദ്യത്തെ സിംറ്റം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. എന്ന് കരുതിയിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫന്റ് ബോട്ടുലിസം ആണെന്നല്ല. തേനൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്ന കുഞ്ഞുങ്ങളിൽ കോൺസ്റ്റിപ്പേഷൻ കണ്ടു തുടങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തേന് സ്റ്റോപ്പ് ചെയ്തിട്ട് പീഡിയാട്രീഷ്യനെ കാണേണ്ടതാണ്. സോ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുഞ്ഞിന് ക്ഷീണം അനുഭവപ്പെടുക. ഫ്ലോപ്പി ബേബി സിൻഡ്രോം എന്നാണ് നമ്മൾ അതിനെ പറയാ. ഭയങ്കരമായിട്ട് വീക്ക് ആവുക. അതേപോലെ തന്നെ കരച്ചിൽ പോലും ഭയങ്കര വീക്കായിട്ടായിരിക്കും. അവർക്കിങ്ങനെ വാശി പിടിച്ച് കരയാനുള്ള ആരോഗ്യം പോലും ഇല്ലാതെ വളരെ വീക്കായിട്ട് കരയുന്നതും ഈ പറഞ്ഞ ഇൻഫന്റ് ബോട്ടുലിസത്തിന്റെ ഒരു സിൻഡ്രോം ആണ്. അതേപോലെ ഡ്രൂപ്പിംഗ് ഐലൻഡ്സ്, അതായത് കണ്ണുകളൊക്കെ ഇങ്ങനെ മാണ്ടു പോകുന്നത് പോലെ ഉണ്ടാവുക. അതുപോലെ സക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ബ്രസ്റ്റ് ഫീഡ് ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രോപ്പറായിട്ട് സക്ക് ചെയ്യുന്നില്ല. അതേപോലെ ഫീഡിങ്, പ്രോപ്പർ ഭക്ഷണം എടുക്കുന്നില്ല. ബ്രീത്ത് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇതൊരു സിവിയർ കേസ് ഒക്കെ ആണെങ്കിൽ വെന്റിലേഷനും ഫീഡിങ് സപ്പോർട്ടും ഒക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഈ ഇൻഫന്റ് ബോട്ടുലിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ അമ്മമാരും തേൻ പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനി ഏതൊക്കെ രീതിയിൽ ബോട്ടിൽ പാക്ക് ചെയ്ത് വരുന്നതാണെങ്കിലും ഹണി മൊത്തമായിട്ട് 1 വയസ്സിൽ താഴെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായിട്ട് ഹോൾ നട്ട്സ്, അതായത് പല്ലൊക്കെ വന്നു തുടങ്ങുന്ന സമയമാണ്. 6 മാസത്തിന് ശേഷം 1 വയസ്സ് വരെയൊക്കെ നമുക്ക് പല്ലൊക്കെ വരും അല്ലെ. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കടിക്കാനായിട്ടൊക്കെ നട്ട്സ് കൊടുക്കാനേ പാടില്ലാത്തൊരു കാര്യമാണ് ഹോൾ നട്ട്സ് എന്ന് പറയുന്നത്. പൊതുവെ ഒരു തരത്തിലുള്ള കട്ടിയുള്ള ആഹാരവും കുഞ്ഞിന് കൊടുക്കരുത്. കാരണം പെട്ടെന്ന് ചോക്കിംഗ് ഉണ്ടാവാം. ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ശ്വാസതടസ്സം ഉണ്ടാവാം. അത് ലങ്സിലേക്ക് എത്തിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് ഒരു തരത്തിലുള്ള കട്ടി ഭക്ഷണവും കുഞ്ഞിന് പെട്ടെന്ന് കൊടുക്കരുത്. കട്ടി എന്ന് പറയുന്നത് നട്ട്സ് പോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചവച്ചരയ്ക്കാനുള്ള പല്ലുകളില്ല, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കരുത്. അല്ലാതെ തിക്കായിട്ടുള്ള ഫുഡൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. നട്ട്സ് എന്ന് പറയുന്നത് ഒരു തരത്തിലും കുഞ്ഞുങ്ങൾക്ക് അരയ്ക്കാനായിട്ടുള്ള
കഴിവ് അവർക്കില്ല 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നട്ട്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഹോൾ നട്ട്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇതേ നട്ട്സ് നമുക്ക് പൊടിച്ച് ചൂടുവെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കുറുക്ക് പോലെ ആക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നീടുള്ള രണ്ടാമത്തെ കാര്യം, നട്ട്സ് എല്ലാം തന്നെ അലർജൻസ് എന്നുള്ള ഗ്രൂപ്പിൽ പെടുന്നവരാണ്. കുഞ്ഞുങ്ങൾക്ക് ഫുഡ് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പൊതുവെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അലർജൻസ് ഗ്രൂപ്പിലുള്ളതിനെയൊക്കെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ട് ബാക്കിയുള്ള ഭക്ഷണമൊക്കെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് അലർജൻസ് ഗ്രൂപ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതും വളരെ ചെറിയ എമൗണ്ടിൽ പകല് സമയത്ത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ആ ഒരു ടൈമിൽ വളരെ ചെറിയ എമൗണ്ട് കൊടുത്ത് അവരെ ചെക്ക് ചെയ്ത് നോക്കുക. അലർജി എന്തെങ്കിലും ഉണ്ടോ, അവരുടെ സ്കിന്നിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് മറ്റെന്തെങ്കിലും ശ്വാസതടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ അവരുടെ ബോഡിയിൽ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ അലർജൻ വിഭാഗത്തിൽ പെടുന്ന ഫുഡ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. ഫുഡ് അലർജി ഒന്നും ഇല്ല, ഈ പറഞ്ഞ പീനട്സിനും വാൾനട്സിനും ഒന്നും അലർജി ഇല്ല എന്നുണ്ടെങ്കിൽ പീനട്ട് ബട്ടറിന്റെ ഫോമിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ട് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും ഹോൾ നട്ട്സ് 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനേ പാടുള്ളതല്ല. അവർക്ക് ജസ്റ്റ് കയ്യിൽ പിടിച്ച് നോക്കാൻ പോലും കൊടുക്കാൻ പാടുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ 4 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് നട്ട്സ് ഒന്നും കൊടുക്കാനായിട്ട് പാടില്ല. കാരണം അവർ വിഴുങ്ങി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചോക്കിംഗ് ഹസാർഡ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ രണ്ടാമത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ഭക്ഷണം ഹോൾ നട്ട്സ് ആണ്. മൂന്നാമത്തെ ആളാണ് പശുവിൻ പാല്. അപ്പൊ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരും, പണ്ട് കാലത്ത് എല്ലാവരും പശുവിൻ പാലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോ പറഞ്ഞ പോലെ ന്യൂട്രീഷനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിവുകൾ വളരെ കുറവായിരുന്നു. അതേപോലെ തന്നെ നമ്മളൊരു ട്രഡീഷൻ ആയിട്ട് നമ്മൾ ചില ആചാരങ്ങളായിട്ടോ അല്ലെങ്കിൽ പണ്ടെപ്പോഴോ വന്ന് നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരു രീതിയായിട്ടോ പശുവിൻ പാല് കൊടുത്തിരുന്നു. പിന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് എല്ലാ വീടുകളിലും കിട്ടിയിരുന്ന ഒരു കാര്യമാണ് പശുവിൻ പാൽ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ കാരണങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ പണ്ട് കാലത്ത് കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാല് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രീഷനെ കുറിച്ച് അറിയാനും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയതിന്റെ ആ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ പറയുന്നത് പശുവിൻ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. അതിന്റെ പ്രധാന കാരണം പശുവിൻ പാലില് അയൺ സോഴ്സ് വളരെ കുറവാണ്, അതായത് ഇരുമ്പ് സത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പശുവിൻ പാലില് അയൺ കുറവാണെന്ന് മാത്രമല്ല, പശുവിൻ പാല് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള അയൺ അതായത് ഇരുമ്പ് സത്ത് അബ്സോർബ് ചെയ്യുന്നത് വരെ ഈ പശുവിൻ പാല് തടയുന്നുണ്ട്. കാരണം കാൽസ്യം ഒക്കെ വളരെയധികം കൂടിയിട്ടുള്ള ഫുഡ് ഐറ്റം ആണ് ഈ പാലെന്ന് പറയുന്നത്. സോ നമ്മൾ പാല് ധാരാളമായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഭക്ഷണങ്ങളിൽ നിന്ന് കഴിച്ചു കിട്ടുന്ന അയൺ പോലും നമ്മുടെ ശരീരത്തെ അബ്സോർബ് ചെയ്യാനായിട്ട് കഴിയാതെ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടാകുന്നുണ്ട്. പശുവിൻ പാലില് സോഡിയവും പൊട്ടാഷ്യവും പ്രോട്ടീൻ കണ്ടന്റും ഒക്കെ വളരെയധികം കൂടുതലായിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ പശുവിൻ പാല് കൊടുക്കുന്നത് വഴി അവരുടെ കിഡ്നി ഇമ്മച്വർ ആയിട്ടുള്ള കിഡ്നിക്ക് അതൊരു ഓവർ ബേർഡൻ ആയിട്ടാണ് ഉണ്ടാവുക. അവരുടെ കിഡ്നി ദഹിപ്പിക്കാൻ പറ്റാത്ത അളവിൽ പ്രോട്ടീനും സോഡിയവും പൊട്ടാഷ്യവും ഒക്കെ ചെല്ലുകയും ഇത് 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കിഡ്നിയെ വരെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പശുവിൻ പാല് കൊടുക്കരുതെന്ന് പറയുന്നത്. ഇതൊന്നും കൂടാതെ പാലെന്ന് പറയുന്നതും നമ്മൾ മുമ്പ് നട്ട്സിന്റെ കാര്യം പറഞ്ഞ പോലെ അലർജൻ വിഭാഗത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് അലർജി ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇൻഡസ്റ്റൈനൽ ലൈനിങ്ങിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് മൈക്രോസ്കോപ്പിക് ബ്ലീഡിംഗ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് വഴി ബ്ലഡ് ലോസ് ഉണ്ടാകുകയാണെങ്കിൽ അതും കുഞ്ഞുങ്ങൾക്ക് അനീമിയ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂട്ടുന്നുണ്ട്. 1 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് പശുവിൻ പാലെന്ന് പറയുന്നത്. അമ്മയുടെ മുലപ്പാലാണ് കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സ് വരെ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഫോർമുല ഫീഡ് കൊടുക്കാം. അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫോർമുല ഫീഡ് കുഞ്ഞുങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഏറ്റവും ഉത്തമം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാന്നുള്ളതാണ്. പിന്നെ പല അമ്മമാർക്കും പാലിന്റെ കുറവുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ കുഞ്ഞിന് സക്കിംഗ് ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും അമ്മയ്ക്ക് പാലൂട്ടാൻ പറ്റാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് അയൺ ഫോർട്ടിഫൈഡ് ഫോർമുല ഫീഡ് കൊടുക്കാവുന്നതാണ്. പശുവിൻ പാല് പൂർണ്ണമായിട്ടും 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. 1 വയസ്സിന് ശേഷം വളരെ ചെറിയ അമൗണ്ടിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒപ്പം കുഞ്ഞുങ്ങൾക്ക് ഈ പശുവിൻ പാല് കൊടുക്കാവുന്നതാണ്. 4ാമത്തെ ഭക്ഷണമാണ് ഉപ്പും പഞ്ചസാരയും. അതിനെ ഞാൻ ഒരു ഗണത്തിൽ പെടുത്തേക്കാണ്. ഉപ്പ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടാത്തൊരു കാര്യമാണ്. കാരണം ഈ ഉപ്പ് മുതിർന്നവർ തന്നെ ഉപ്പ് ധാരാളമായിട്ട് എടുക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഹൈ BP, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഉപ്പ് കൂടുതലായിട്ട് എടുക്കുന്നവരിലാണ്. കുഞ്ഞുങ്ങൾക്ക് സോഡിയത്തിന്റെ അളവ് ആവശ്യത്തിന് അമ്മയുടെ മുലപ്പാലിൽ നിന്നോ അല്ലെങ്കിൽ ഫോർട്ടിഫൈഡ് മിൽക്കിൽ നിന്നോ ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ഉപ്പ് ചേർത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ
അത് കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അധികമാണ്. അതിന്റെ ആവശ്യമില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ കിഡ്നി ഇമ്മെച്യൂർ ആണ്. അവർക്ക് ആവശ്യത്തിനുള്ള സോഡിയം ബ്രസ്റ്റ് മിൽക്കിലും ഫോർട്ടിഫൈഡ് മിൽക്കിലും കിട്ടുമെന്നിരിക്കെ ഈ പറഞ്ഞ എക്സ്ട്രാ സോൾട്ടിന്റെ ആവശ്യമേ വരുന്നില്ല. അത് അവരുടെ കിഡ്നിക്ക് ദോഷമാകുമെന്നല്ലാതെ മറ്റൊരു ഗുണവും ചെയ്യുന്നില്ല. ഉപ്പ് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ബ്ലഡ് പ്രഷർ ഉണ്ടാവാനും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഇപ്പൊ പല അമ്മമാരും പറയുന്ന കാര്യമാണ്, ഉപ്പില്ലാതെ എങ്ങനെയാ ഭക്ഷണം കൊടുക്കുക, കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് അറിയില്ലല്ലോ. അപ്പൊ ഉപ്പ് ചേർത്ത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് അത് ഉപ്പുള്ള ഭക്ഷണം, അതായത് പപ്പടം അല്ലെങ്കിൽ ഉപ്പിലിട്ട ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് സോൾട്ട് എന്നുള്ള ടേസ്റ്റ് പ്രിഫർ ചെയ്യാനായിട്ട് ഭാവിയിൽ അവർ ഉപ്പിനോടുള്ള ആ ഒരു ക്രേവിങ്സ് കൂടുതലായിട്ട് കാണിക്കും. അത് മുൻപോട്ടുള്ള അവരുടെ ലൈഫിൽ ഈ മേൽപ്പറഞ്ഞ അസുഖങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകളാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പ് പൂർണ്ണമായിട്ടും അവരുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അവർക്ക് സോഡിയത്തിന്റെ ആവശ്യമില്ല. ആവശ്യത്തിലധികം സോഡിയം അവരുടെ ഭക്ഷണത്തിൽ, അവരുടെ ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് കൂടാതെ ഫോർമുല ഫീഡ് എടുക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ആ ഫോർമുല ഫീഡിൽ നിന്നും അവരുടെ ആവശ്യത്തിനുള്ള സോഡിയം ലഭിക്കുന്നുണ്ട്. അപ്പൊ എക്സ്ട്രാ സോഡിയത്തിന്റെ ആവശ്യം അവർക്ക് വരുന്നില്ല. അപ്പോൾ ഉപ്പ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക്. അടുത്ത ആള്, 4-മത്തെ തന്നെ അടുത്ത ആളാണ് പഞ്ചസാര. നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞ് കയ്പ് കാണിക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര വായിലിട്ടോളൂ. തെറ്റാണ്. അതേപോലെ തന്നെ കയ്പുള്ള ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര കൊടുത്തോളൂ. അല്ലെങ്കിൽ കരഞ്ഞു കഴിയുമ്പോൾ ഇത്തിരി പഞ്ചസാര കൊടുത്തു അവന് ശരിയായിക്കോളും, അല്ലെങ്കിൽ അവള് ശരിയായിക്കോളും. അതേപോലെ തന്നെ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം സ്മാഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ട് ഭക്ഷണം കഴിച്ചോളും. ചെയ്യരുത്. പഞ്ചസാര കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ, ഈ 1 വയസ്സിൽ താഴെ കൊടുക്കാനേ പാടില്ല. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും ഈ പഞ്ചസാര ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂട്രീഷനും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പോഷക ഗുണങ്ങളും കുഞ്ഞിന് ലഭിക്കുന്നില്ല. പകരം കിട്ടുന്നത് എക്സ്ട്രാ കാലറീസ് ആണ്. ഇത് കുഞ്ഞിന് ടൈപ്പ് 2 ഡയബറ്റീസ് പോലുള്ള അവസ്ഥകൾ, ഓവർ വെയിറ്റ്, ഒബീസിറ്റി എത്തിക്കുക, ദന്തൽ കാരീസ്, കുഞ്ഞു കുട്ടികൾ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് പല്ലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക. ഈവൻ അവരുടെ പാൽപ്പല്ല് വരുന്ന സമയത്ത് തന്നെ, അതായത് അവരുടെ ആദ്യത്തെ പല്ല് പൊഴിഞ്ഞു പോയിട്ടാണല്ലോ രണ്ടാമത് അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ടീത്ത് വരുന്നത്. ആ മുൻപുണ്ടാകുന്ന പല്ലിൽ തന്നെ പുഴുപ്പൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത, അതായത് ദന്തൽ കാരീസ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ആവശ്യമില്ലാതെ ഷുഗർ കൊടുക്കുന്നത് വഴി ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു തരത്തിലുള്ള പോഷക ഗുണങ്ങളും ഈ പഞ്ചസാരയിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതല്ലാതെ ഈ പറഞ്ഞ രോഗാവസ്ഥകളാണ് നമ്മൾ ഈ പഞ്ചസാര കൊടുക്കുന്നത് വഴി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കുന്നത്, ടൈപ്പ് 2 ഡയബറ്റീസും ഒബീസിറ്റിയും ഒക്കെ. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഉപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഫ്ലേവർ പ്രിഫറൻസ് ഉണ്ടാവും. അതായത് പഞ്ചസാര കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഷുഗറിനോട് ഒരു ക്രേവിങ്സ് ഉണ്ടാവും. അതും ഈ പറഞ്ഞ അസുഖങ്ങളിലേക്ക് അവരെ കൊണ്ട് എത്തിക്കും. അതുകൊണ്ട് തന്നെ പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുകൂടാതെ നമ്മൾ പഞ്ചസാരയൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ മറ്റു ഭക്ഷണത്തിനോട് ഒരു വിരക്തി കാണിച്ചു തുടങ്ങും. പ്രത്യേകിച്ച് പച്ചക്കറികളോടും അല്ലെങ്കിൽ ധാന്യങ്ങൾ, നമ്മൾ ഗ്രെയിൻസോ ഓട്സോ, നമ്മൾ എന്തെങ്കിലും ചോറോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ഈ രുചി എന്ന് പറയുന്നത് മധുരമാണ്. സോ മധുരമാണ് അവർ പ്രിഫർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ എടുക്കുന്നത് കുറയാനും മറ്റു ഭക്ഷണങ്ങൾ എടുക്കുന്നത് കുറയാനും അതുവഴി കുഞ്ഞുങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ പഞ്ചസാരയ്ക്ക് പകരം മധുരത്തിന് നമ്മൾ എന്ത് കൊടുക്കാം? മധുരത്തിന് നമുക്ക് ഫ്രൂട്ട്സ് കൊടുക്കാം. നല്ല മധുരമുള്ള ആപ്പിള് അല്ലെങ്കിൽ മധുരമുള്ള പൊമിഗ്രാനേറ്റോ എന്ത് പഴമാണെങ്കിലും അത് നമുക്ക് അവരുടെ ഫുഡിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്യൂരി പോലെ ആക്കിയിട്ട് അവർക്ക് കുറുക്കാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഫ്രൂട്ട്സ് പ്യൂരി നമുക്ക് ഇതിനുള്ളിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം, നല്ല ഡേറ്റ്സ് വാങ്ങിയിട്ട് ആ ഈന്തപ്പഴം കുഞ്ഞുങ്ങളുടെ എല്ലാ ഭക്ഷണത്തിലും മധുരമായിട്ട് ചേർക്കാം. ഇപ്പൊ ഡേറ്റ്സിന്റെ പൗഡർ ഒക്കെ കിട്ടുന്നുണ്ട്. അതിലും ബെറ്റർ ഹോൾ ഡേറ്റ്സ്, നല്ല ഈന്തപ്പഴം വാങ്ങിയിട്ട് അത് ചെറുതായിട്ടൊന്ന് ആവിയിൽ വേവിക്കുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത് ഈ പറഞ്ഞ ദോശയുടെയും ഇഡലിയുടെയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് പഞ്ചസാരയ്ക്ക് പകരം കൊടുക്കാം. ഈന്തപ്പഴം ഒക്കെ അവരുടെ ഡയറ്റിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുവഴി അയൺ ഡെഫിഷ്യൻസി, അനീമിയം പോവും. കുഞ്ഞുങ്ങൾക്ക് മധുരം എന്താണെന്ന് അറിയുകയും ചെയ്യാം. അതിൻ്റെതായിട്ടുള്ള ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് പഞ്ചസാരയും ഉപ്പും പൂർണ്ണമായിട്ടും 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്. 5-മതായിട്ട് അൺപാസ്ചറൈസ്ഡ് ഫുഡ്. അൺപാസ്ചറൈസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ റോ ഫുഡ്സ്. കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇമ്മച്വർ ആണ്. അത് ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇമ്മച്വർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അൺപാസ്ചറൈസ്ഡ്, അതായത് റോ ഫുഡ്, അതായത് റോ ഫുഡ് എന്ന്
പറയുമ്പോൾ പൊതുവെ അതിൽ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും. ഈക്വളൈ, ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം, സാൽമണല്ല പോലെയുള്ള ബാക്ടീരിയാസ് ഈ റോ ഫുഡ്സിൽ എല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ടാവും. ഈവൻ നമ്മുടെ വെള്ളത്തിൽ ഉണ്ടാവുന്ന ഒരു ബാക്ടീരിയ ആണ് ഈക്വളൈ എന്ന് പറയുന്നത്. അപ്പോൾ തിളപ്പിക്കാത്ത വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഗട്ട് പൂർണ്ണമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഓരോന്നിനോടും പ്രതിരോധിക്കാനുള്ള അവരുടെ കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ഇതുപോലുള്ള ബാക്ടീരിയാസിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾ ഹൈ റിസ്ക് പീപ്പിളിൽ പെടുന്നത്. ഹൈ റിസ്ക് പീപ്പിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ബാധിക്കാനും രോഗാവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുള്ള ഗ്രൂപ്പാണ് ഈ ഹൈ റിസ്ക് പീപ്പിൾ എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ആൾക്കാരാണ് ഈ ഇൻഫൻസ്, കുഞ്ഞുമക്കൾ, 1 വയസ്സിൽ താഴെയുള്ള 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. പച്ചമുട്ട കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തേൻ കൊടുക്കുക, പാല് കൊടുക്കുക, പിന്നെ ചീസ്, അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള ചീസ്, കേർഡ് ഒക്കെ കൊടുക്കുക. ഇതൊന്നും കൊടുക്കാനായിട്ട് പാടില്ല. ഇതൊക്കെ കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും അതുവഴി സീരിയസ് ആയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ എന്ത് കൊടുക്കാം? പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം തന്നെ കൊടുക്കാം. അതായത് മുട്ട സ്ക്രാമ്പിൾഡ് എഗ് ആയിട്ട് കൊടുക്കാം, പുഴുങ്ങി കൊടുക്കാം. പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, യോഗേർട്ട്, കേർഡ് ഒക്കെ ആണെങ്കിൽ പാസ്ചറൈസ്ഡ് പ്രോഡക്റ്റ് വാങ്ങി കൊടുക്കാം. പിന്നെ ഫ്രൂട്ട് ജ്യൂസസ് കൊടുക്കുകയാണെങ്കിൽ, ഫ്രൂട്ട് ജ്യൂസസ് പൊതുവെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ആഡഡ് ഷുഗർ ഉണ്ടാവും, പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്ന ഭക്ഷണം പൊതുവെ കൊടുക്കാനായിട്ട് നോക്കാം. പക്ഷേ നമുക്കിപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ്, കുഞ്ഞുങ്ങൾക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ പുറത്ത് അവൈലബിൾ ആണ്. ഉള്ളിൽ ഉണ്ടാക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവരാണെങ്കിൽ പാസ്ചറൈസ്ഡ് എന്ന് ലേബൽ ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് വാങ്ങാനായിട്ട് തന്നെ ശ്രമിക്കുക. അതുകൂടാതെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹൈ ഷുഗർ, ഹൈ സോൾട്ട്, ഹൈ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വാങ്ങാതെ ഇരിക്കുക. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാക്സിമം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഹെൽത്തി ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ ഫുഡ് അലർജിയും കാര്യങ്ങളും ഒക്കെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷം അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുഞ്ഞുങ്ങൾക്ക് എന്ത് തരം ഭക്ഷണങ്ങൾ 1 വയസ്സിൽ താഴെ കൊടുക്കാം? 1 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ചിക്കനും മീനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. ചിക്കനും മീനും ഒക്കെ കൊടുക്കുന്നത് വഴി അവരുടെ എല്ലിനും പല്ലിനും ഒക്കെയുള്ള ഡെവലപ്മെന്റ് പെട്ടെന്ന് നടക്കും. ഇത് പച്ചക്കറിയുടെയും ധാന്യങ്ങളുടെയും പഴങ്ങളുടെയും ഒപ്പമാണ് ഞാൻ ഈ പറഞ്ഞ മുട്ടയും മീനും ഇറച്ചിയും ഒക്കെ കൊടുക്കാൻ പറയുന്നത്. വീനിങ് സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞിന് മുട്ടയോട് അലർജി ഇല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞിന് തീർച്ചയായിട്ടും ഒരു മുട്ട വെച്ച് ഡെയിലി കൊടുക്കാം. കൊബാലമൈൻ കണ്ടന്റ് ഒക്കെ മുട്ടയിൽ ധാരാളം ഉണ്ട്. ഞാൻ മുൻപ് പറഞ്ഞ അയൺ ഡെഫിഷ്യൻസി, അനീമിയ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ മുട്ട കഴിക്കുന്നത് കൊണ്ട് സാധിക്കും. ഡെയിലി ബേസിസിൽ മുട്ടയും മീനും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പഴങ്ങളും പച്ചക്കറികളും മറ്റു ധാന്യങ്ങളുടെയും കൂടെ. എല്ലാ ഭക്ഷണത്തിനോടും അലർജി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഭക്ഷണങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഒരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലർജി ഇല്ലാന്ന് ഉറപ്പ് വരുത്തി അത് കുഞ്ഞിന്റെ ടേസ്റ്റ് ബഡ്സുമായിട്ട് ഒന്ന് ഫെമിലിയർ ആകുന്നത് വരെ ഒരു 2 ദിവസം കൊടുത്തതിന് ശേഷം മറ്റു ഭക്ഷണങ്ങൾ നമുക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത 5 ഭക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തേന്, പശുവിൻ പാല്, ഉപ്പും മധുരവും, അൺപാസ്ചറൈസ്ഡ് ഫുഡും, ഹോൾ നട്ട്സും. അപ്പൊ ഇത്രയും സാധനങ്ങൾ പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ഹോൾ നട്ട്സും. അപ്പൊ ഇത്രയും സാധനങ്ങൾ 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ ഭക്ഷണക്രമത്തിൽ നിന്നും മൊത്തമായിട്ട് എടുത്തു മാറ്റുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ 1 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. അതേപോലെ തന്നെ ഹെൽത്ത് വൈസും വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ഈ 1 വയസ്സ് എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ സൈഡിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരെന്ത് കഴിക്കുന്നു, എത്ര വെള്ളം കുടിക്കുന്നു, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളോടാണ് അവർക്ക് അലർജി ഉള്ളത്, നമ്മൾ ഏത് ഫുഡ് റെസ്ട്രിക്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ 5 ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് വഴി നമ്മൾ മേജർ റിസ്ക് ആണ് ഇവിടെ ഒഴിവാക്കുന്നത്. അപ്പോൾ ആ 1 വർഷം ക്രിട്ടിക്കൽ ആണെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളത് വളരെയധികം സിമ്പിളും സേഫും അതേപോലെ തന്നെ ന്യൂട്രീഷ്യസും ആക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. സോ എല്ലാവരും ഈ 5 ഭക്ഷണം കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ നിന്നും പൂർണ്ണമായിട്ട് എടുത്തു മാറ്റുക. സോ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്